പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ ഓരോന്നും നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. ഈ അമ്മ ജീവിച്ചതുപോലെ ജീവിക്കാനും, ഈ അമ്മ ദൈവത്തെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും, ഈ അമ്മ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാനും, ഈ അമ്മ മറ്റുള്ളവരുടെ സങ്കടങ്ങളോട് സംവദിച്ചതുപോലെ സംവദിക്കാനുമുള്ള വെല്ലുവിളിയാണ് വാസ്തവത്തിൽ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാളിൽ അമ്മ നമുക്ക് മുമ്പിൽ വയ്ക്കുക. അത് വളരെ ആഴമുള്ള ഒരു ദർശനമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഈ വെല്ലുവിളികൾ. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പരിശുദ്ധ അമ്മ പഠിച്ചിരുന്നു എന്നതാണ് സത്യം. കാരണം ദൈവത്തെ അഗാധമായി സ്നേഹിച്ചു കഴിയുമ്പോൾ, ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും വളരെ എളുപ്പമായിത്തീരും. വെറുപ്പും വിദ്വേഷവുമാണ് പിന്നീട് ദുഷ്കരമായി തീരുന്നത് എന്നതാണ് സത്യം. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ സവിശേഷത പറഞ്ഞാണ് ലൂക്കാസ് സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷം ആരംഭിച്ചത്. എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാണ് സുവിശേഷകൻ സ്തോത്രഗീതം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ സന്തോഷിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ഈ അമ്മയുടെ ജീവിതത്തെ നാം ധ്യാനിക്കുമ്പോൾ നാം ആദ്യമേ അനുകരിക്കാൻ ശ്രമിക്കേണ്ടത് ഈ അമ്മയുടെ ഹൃദയത്തിൻ്റെ ദിവ്യമായ ഭാവങ്ങളാണ്. ഒന്നാമതായി, അമ്മയുടെ ഹൃദയം എന്നത് ദൈവത്തിൽ സന്തോഷിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ എന്ന് നമുക്കറിയാം. നമുക്കെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷം തേടിയാണ് നമ്മൾ ഓരോ വഴിക്ക് പോകുന്നത്. മൊബൈലിൽ സർവ്വനേരവും ഞെക്കിക്കൊണ്ടിരിക്കുന്ന പിള്ളേർ കൂടുതൽ സന്തോഷമുള്ള എന്തെങ്കിലും കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ എന്നാണ് ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അയലോകത്തെ ചേട്ടത്തിയോട് മൂന്നാമത്തെ ചേട്ടത്തിയുടെ കുറ്റം പറയുന്ന അമ്മമാർ ഇവിടെ ചെമ്പേരിലെങ്ങുമല്ല, വളരെ വിദൂര നാടുകൾ. അങ്ങനെയുള്ള അമ്മമാരും അങ്ങനെ കുറ്റം പറയുന്നതിൽ സന്തോഷിക്കുന്നു. അങ്ങാടിയിൽ ഇറങ്ങിയിരുന്ന് വികാരിച്ചിനടക്കം വിമർശന വിധേയമാക്കുന്ന ചേട്ടന്മാർ ശരിക്കും ഒരു സന്തോഷമാണ്. ചിലർക്ക് മദ്യത്തിലാണ് സന്തോഷം, ചിലർക്ക് തിന്മയുടെ മറ്റു വഴികളിലാണ് സന്തോഷം. പ്രിയപ്പെട്ടവരെ, ആത്മശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാകും നമ്മളൊക്കെ സന്തോഷിക്കുന്നത് പലപ്പോഴും തിന്മയുടെ ഏതെങ്കിലുമൊക്കെ പാതകളിൽ അഭയം തേടിക്കൊണ്ടാണ്. അവിടെയാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുക, നിന്റെ ഹൃദയം ദൈവത്തിൽ സന്തോഷിക്കുന്നു എങ്കിൽ മാത്രമേ നീ ദൈവ പൈതലായി തീരുകയുള്ളൂ എന്ന്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ, സുവിശേഷം വായിക്കുന്നതിൽ, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിൽ, വെറുതെ ഇരിക്കുമ്പോൾ ഈശോയുടെ തിരുനാമം ഉച്ചരിക്കുന്ന സുഹൃത ജപങ്ങൾ ചൊല്ലുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ അമ്മയുടെ ഹൃദയം പോലെയാണ് നമ്മുടെയും ഹൃദയം. അതാണ് എൻ്റെ ഹൃദയം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആനന്ദം തേടി അലയുന്നവരാണ്. പക്ഷേ സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞത് സത്യവ, സ്ത്രീയെ, നീ കോരുന്ന ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. ഈ ഭൂമിയിൽ ഏതൊരു സന്തോഷത്തിനാണ് മനുഷ്യനെ ആത്യന്തികമായി തൃപ്തിപ്പെടുത്താൻ കഴിയുക എന്ന് ചോദിച്ചാൽ അതേത് സന്തോഷമാണ്? പണമുണ്ടാക്കാൻ വ്യഗ്രതപ്പെടുന്നവന് എത്രയായിരം കോടി രൂപ ഉണ്ടായാലും തൃപ്തിയാകുന്നില്ല. അവൻ വീണ്ടും വീണ്ടും തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് പണം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം അവർ പടുകുഴിയിൽ വീഴുന്നു. അങ്ങനെ ചില കഥകൾ നമ്മൾ സമീപകാലത്ത് കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈശോ പറഞ്ഞ വലിയ സത്യമാണ്. സന്തോഷം അത് ദൈവത്തിൽ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി, ക്രിസ്തുസ് വിവിത്ത് എന്ന് പറഞ്ഞ അപ്പസ്തോലിക പ്രബോധനത്തിൽ അത് പറയുന്നു.
പരിശുദ്ധ പിതാവ് പറയുന്ന ഇതാണ്: അല്ലയോ യുവജനങ്ങളെ, നിങ്ങൾ തേടി നടക്കുന്ന ആ സന്തോഷത്തിന് ഒരു മുഖമുണ്ട്, ഒരു പേരുണ്ട്. അത് നസ്രായനായ ഈശോ എന്നാണ്. ഈശോയെ കണ്ടെത്തുന്നത് വരെയും നമ്മുടെ ഹൃദയം അസംതൃപ്തമാണ് എന്നുള്ളത് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെ നിരാശ, പ്രതിസന്ധികള്, അസ്വസ്ഥത, കിടന്ന ഉറക്കം വരാത്ത രീതിയിലുള്ള ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങള്, അതെല്ലാം ഈ അമ്മ പറഞ്ഞു തരുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നാം ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള സത്യമാണ്. ദൈവത്തെ കണ്ടവർക്ക് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും സ്വയമേവ സംജാതമാകും. ദൈവത്തെ കാണാത്തതിൻ്റെ സങ്കടമാണ് നമ്മൾ ഈ കുറ്റം പറഞ്ഞും മദ്യപിച്ചും പാപം ചെയ്തും ജീവിതത്തിൽ സന്തോഷം തേടി പോകാൻ കാരണം. ദൈവത്തെ കണ്ടവൾ, ദൈവത്തെ കേട്ടവൾ, ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവൾ, ദൈവത്തെ ഉദരത്തിൽ സംവഹിച്ചവൾ, അവളെപ്പോലെ ജീവിതത്തിൽ സംതൃപ്തയാകാൻ പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ സംതൃപ്തമാക്കാൻ, സന്തോഷമാക്കാൻ ദൈവത്തെക്കാളും ചെറിയതൊന്നും പര്യാപ്തമല്ല എന്നുള്ള തിരിച്ചറിവ് ഈ തിരുനാളിൽ നമുക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഈ അമ്മയുടെ ഹൃദയത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ശമയോൻ അമ്മയോട് പറയുന്നു: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നുപോകും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. പലപ്പോഴും സഹനങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ന്യായമായും ചിന്തിക്കാവുന്നതാണ്, ദൈവം എന്നെ കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭാരമാണ്. പരിശുദ്ധ അമ്മയോട് ശമയോൻ പറഞ്ഞത് ആ സത്യമാണ്: മറിയമേ, നിന്റെ ഹൃദയത്തെ ഒരു വാള് പിളർക്കും എന്നാണ് പറഞ്ഞത്. നിന്റെ ഹൃദയം കഠോരമായ വേദനകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടാകും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അത് സഹനങ്ങളില്ലാതെ ക്രിസ്തീയതയിൽ ആർക്കും വിജയിക്കാനാവില്ല. ഒരു സഹനവുമില്ലാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. സന്തോഷം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് ഏതെങ്കിലും വ്യക്തി ജീവിക്കാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം കെട്ടുപോകും എന്നത് സത്യമാണ്. ഈ മലബാറിൽ കുടിയേറി പാർത്ത കാർന്നോന്മാരിൽ ആരൊക്കെയാണോ മുണ്ടുമുറുക്കി ചോര നീരാക്കി പണിയെടുത്തത്, അവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായി. കിട്ടിയ കാശ് മുഴുവനും മദ്യപിച്ച് നശിപ്പിക്കുകയും ഒരു വക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ അലസരായി കഴിയുകയും ചെയ്തവരുടെ അവസ്ഥ നമ്മൾ കാണാറും കേൾക്കാറുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾക്ക് മാത്രമേ രക്ഷയെ സംജാതമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠമാണ്. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാണ് എന്ന്. ഈ രണ്ട് പ്രതീകങ്ങളെ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാകും, ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അത് മലമേൽ പണിത് നഗരം പോലെ പ്രകാശിക്കുന്നു, പീഠത്തിന്മേൽ വയ്ക്കുന്ന ദീപം പോലെ എന്നൊക്കെ സുവിശേഷം പറയുന്നുണ്ട്. എന്നാൽ ഈ ഉപ്പ് എന്ന് പറയുന്നത് അത് അലുത്തു പോകുന്നതാണ്, അത് മണ്ണിൽ വളമായി തീരാനുള്ളത്. ഈശോ ഒരേ സമയം ശിഷ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഈ രണ്ട് പ്രതീകങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. എല്ലാവരും പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നവർ, നമ്മളെല്ലാവരും പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലേ? നല്ല സാരി ഉടുക്കുന്ന അമ്മച്ചി പോലും എന്താണ്, നല്ല ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അത് മനുഷ്യർ പാപമൊന്നുമല്ല, അതിനകത്ത് കുറ്റമൊന്നുമില്ല. നല്ല കട്ടിയുള്ള ഒരു മാലയിട്ടുകൊണ്ട് അത് സാരിക്ക് വെളിയിലിട്ട് അമ്മച്ചി നടക്കുമ്പോൾ അമ്മച്ചിയുടെയും മനസ്സിൽ ഒരു ചെറിയ ഷൈനിങ് ചിന്തയുണ്ട്.
നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് ഈശോ പറഞ്ഞ ശരിയാണ്. നമ്മളെല്ലാവരും പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നവർ. പക്ഷേ ചിലപ്പോഴൊക്കെയും ദൈവം നമ്മളോട് ഉപ്പായി തീരാൻ പറയും. ഉപ്പായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഞ്ഞ് ഇല്ലാണ്ടായി തീരുക എന്നുള്ളത്. ശരിക്കും അതൊരു സഹനമാണ്. അതായത് പരിശുദ്ധ അമ്മ തന്നെക്കുറിച്ച് സ്തോത്രഗീതത്തിൽ പാടുന്നുണ്ട്, ഇതാ ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ അമ്മയുടെ ജീവിതം ഓരോ നിമിഷവും ഉരുകിയില്ലാതായി തീർന്ന മെഴുകുതിരി പോലെ, അലിഞ്ഞില്ലാതായി തീരുന്ന ഉപ്പ് പോലെ സഹനത്തിന്റെ സപ്തസാഗരങ്ങളും ഈ അമ്മ ഒറ്റയ്ക്ക് നീന്തിക്കിടക്കുന്നത് നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ ഒരു വിഷമവും വേദനയും ഇല്ലാതെ ജീവിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് എല്ലാ വേദനകൾക്കും രക്ഷാകരമായ മൂല്യമുണ്ട് എന്ന് പഠിപ്പിക്കുക. പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് ഇതിനു മുൻപ്. അതായത് ഈ ഭൂമിയിൽ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സത്യമുണ്ട്. അത് വേളാങ്കണ്ണിയിലായിക്കോട്ടെ, ഫാത്തിമയിലായിക്കോട്ടെ, ലൂർദിലോ, മെജിഗോറിയിലോ, ഗാഡലൂപ്പയിലോ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ആ അമ്മ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോട് തിരിച്ചറിയും. വലിയ സങ്കടങ്ങളുടെ നടുക്കടലിൽപ്പെട്ട് വഴിയറിയാതെ പതറിപ്പോയ കുഞ്ഞുങ്ങളെ തേടി, അമ്മമാരെ തേടി, ആരാരും തുണയില്ലാത്ത മനുഷ്യന്റെ കണ്ണുനീര് തുടയ്ക്കാനാണ് സ്വർഗത്തിൽ നിന്ന് ഈ അമ്മ ഇറങ്ങി വന്നത് എന്നത് ഈ ലൂർദ് മാതാവിൻ്റെ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ആരാരും തുണയില്ലാത്ത ഒരു 7 വയസ്സുകാരി കുഞ്ഞ് ഇപ്രകാരം ഒറ്റയ്ക്കിരുന്ന് കരയേണ്ടി വന്നപ്പോൾ അവളെ തേടി സ്വർഗത്തിൽ നിന്നൊരമ്മ ഇറങ്ങി വന്ന് അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട്, മകളെ, നിന്നെ ഈശോ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊടുത്ത് ചേർത്ത് നിർത്തിയതാണ് ലൂർദിലെ ചരിത്രം എന്ന് നമുക്കറിയാം. മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴും അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ആരും കാണാതെ ഒരുപാട് കരയുന്ന ജീവിതങ്ങളുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ ആരോടും പറഞ്ഞാലും ആർക്കും മനസ്സിലാകാത്ത സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ആരാണ്? ജീവിത പങ്കാളിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്നേഹത്തോടെ പോറ്റി വളർത്തിയ മക്കൾക്ക് പോലും നമ്മൾ വേണ്ടാത്തവരായി എന്ന തോന്നലുള്ള മാതാപിതാക്കൾ ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, സങ്കടപ്പെടരുത്. ആ സങ്കടം കാണാൻ ഈ ഭൂമിയിൽ അല്ല, സ്വർഗത്തിലും നമുക്കൊരമ്മയുണ്ട്. നിന്റെ കണ്ണ് നിറയുമ്പോൾ നിന്റെ ഒപ്പം വന്നിരുന്ന്, മകനെ, മകളെ, നീ സങ്കടപ്പെടരുത്, നമ്മുടെ കർത്താവ് നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അതാണ് ലൂർദ് മാതാവിൻ്റെ സന്ദേശം. മകനെ, മകളെ, നീ കരയരുത്, കാരണം എൻ്റെ പുത്രനായ ഈശോ മിശിഹ നിന്നെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നു. ഈ ഒരു സന്ദേശം സഹനത്തിൻ്റെ രക്ഷാകരമായ മൂല്യം പഠിപ്പിച്ചു തരുന്ന സന്ദേശമാണ് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ സന്ദേശം എന്ന സത്യം നമ്മൾ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസത്തെ പരിഹസിച്ചിരുന്ന നാളുകളിലാണ് പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, ഞാൻ അമലോത്ഭവയാണ് എന്ന്. അമലോത്ഭവയാണ് എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സുവിശേഷകൻ പറയുന്നുണ്ട്, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത അതാണ്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മല ഹൃദയമായി തീരുന്നു എന്നതാണ് സത്യം. നാം എല്ലാവരും ഒരുപാട് ഒച്ചയെടുക്കുന്നവർ, വാദിക്കുകയും തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്യുന്നവർ. ചാനലുകളിൽ ചർച്ചയ്ക്ക് വരുന്ന ചേട്ടന്മാരെ കണ്ട് നമുക്ക് തന്നെ തോന്നാറുണ്ട്, ഇവനൊക്കെ ഭ്രാന്താണോ, ഇല്ലേ?
ഒരാൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് മറ്റേ ആൾ കിടന്ന് ബഹളം തുടങ്ങും. ഉടനെ മൂന്നാമതിനും കണ്ടു നിൽക്കുന്നവൻ ഒച്ചയെടുക്കും. ഉടനെ ചാനലിൻ്റെ ആങ്കർ കിടന്ന് ബഹളം ഉണ്ടാക്കും. സർവത്ര ഒച്ചപ്പാടും. ഈ ഒച്ചപ്പാടും കേട്ട് കേട്ട് നമ്മളും ഇരിക്കുകയാണ്. ഈ ശാന്തമായിരുന്ന് കേൾക്കാൻ, അവയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ, ധ്യാനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഒരുപാട് കലഹങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയെ പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് ഭർത്താവ് അതിനെ ഒന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എത്രയോ കുടുംബ വഴക്കുകൾ തീർന്നു പോകുമായിരുന്നു. തൻ്റെ ഭർത്താവ് പറയുന്നതിന് അത് ഞാൻ ഇത്രയും ചൂടാകുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നെങ്കിൽ എത്രയോ ഭിന്നതകൾ ഒഴിവാക്കാമായിരുന്നു. യുവജനങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാൻ, അവയെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ പ്രതിസന്ധികൾ ഒഴിവാക്കാമായിരുന്നു. ഇന്നെല്ലാവരും വാദത്തിന് മേൽ പ്രതിവാദങ്ങളും തർക്കങ്ങൾക്കുമേൽ തർക്കങ്ങളുമായി രംഗം കൊഴുപ്പിക്കാൻ മത്സരിക്കുകയാണ്. ഓർക്കുക, അത്തരം ഹൃദയങ്ങൾക്കൊന്നും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല. പരിശുദ്ധ അമ്മ പറയുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പഠിക്കുക. എല്ലാത്തിനും നമ്മൾ ഒച്ചെടുക്കരുത്. എല്ലാത്തിനും വേണ്ടി തർക്കിക്കാൻ പോകരുത്. ആരുടെയും മുമ്പിൽ നമ്മളെ ന്യായീകരിച്ച് പുണ്യാളന്മാരാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം നിന്നെ വിശുദ്ധീകരിക്കുന്നവൻ ദൈവമായ കർത്താവാണ്. നിന്നെ നീതീകരിക്കുന്നവൻ ദൈവമായ കർത്താവാണ്. അവിടുന്ന് നീതീകരിച്ചാൽ മാത്രമേ ഞാൻ നീതിമാനാവുകയുള്ളൂ എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പലതും ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ സാധിക്കും എന്ന സത്യം ഓർക്കുക. ഹൃദയത്തിൽ ഒന്നും സംഗ്രഹിക്കാതെ എല്ലാത്തിനും അപ്പോൾ തന്നെ മറുപടി പറയുക. മറുപടി പറഞ്ഞിട്ട് വിജയിക്കുന്നില്ല എങ്കിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുക. എന്നിട്ടും വിജയിക്കുന്നില്ല എന്ന് കണ്ടാൽ ആയുധം പ്രയോഗിച്ച് ഇല്ലായ്മ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന വാർത്തകളൊക്കെയും. ഓർക്കുക, ഈ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളുടെ പേരാണ് പരിശുദ്ധ മറിയമെന്ന്. അവളുടെ ഹൃദയം ഇത്രമേൽ സംശുദ്ധമാകാൻ കാരണം പ്രിയപ്പെട്ടവരെ, ആ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവളായിരുന്നു എന്നുള്ള സത്യം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. പരിശുദ്ധ അമ്മയെ നമ്മൾ ദൈവമാതാവ് എന്നാണ് അഭിസംബോധന ചെയ്യുക. അവൾ ദൈവത്തിൻ്റെ അമ്മയാകാൻ കാരണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യ വ്യക്തിക്ക് വേണ്ടി ദൈവം കരുതി വെച്ച ഏറ്റവും ഉദാത്തമായ ശീർഷകമാണ്. അത് ഒരു സ്ത്രീയായ പരിശുദ്ധ മറിയത്തിന് വേണ്ടിയാണ് ദൈവം കരുതി വെച്ചത് എന്ന സത്യം നമ്മൾ ഓർക്കുക. സ്ത്രീകളോട്, സ്ത്രീത്വത്തോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ ആദരവിൻ്റെ സൂചനയായിട്ട് ഈ തിരുനാളിനെ നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഓരോ അമ്മയെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചിന്ത അതാണ്. ദൈവ പൈതലിന് ജന്മം നൽകുന്ന പ്രിയ അമ്മമാരെ, നിങ്ങളെല്ലാം ദൈവമാതാവിൻ്റെ ഈ ഭൂമിയിലെ പ്രതിനിധികളാണ് എന്ന സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കുക. എല്ലാ അമ്മമാരുടെയും തിരുനാളായ ഈ തിരുനാളിൽ നിങ്ങൾക്കെല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. പരിശുദ്ധ ചെമ്പേരി മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നാം എല്ലാവരും അനുഗ്രഹീതരാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ